നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അത് ആ അവകാശ നിഷേധങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 17% കുടിശ്ശികയുണ്ടായിരുന്നതിൽ നിന്നാണ് 4% വരുമ്പോൾ വീണ്ടും 13% കുടിശ്ശികയാണ്. 6 ഗഡുവിൽ നിന്നും 1 ഗഡു വരുമ്പോൾ വീണ്ടും 5 ഗഡു കുടിശ്ശികയാണ്. എന്തിനാണ് NGOസും യൂണിയനും അല്ലെങ്കിൽ KSCയെല്ലാം ജീവനക്കാരോട് ഈ സർക്കാരിനെ അഭിനന്ദിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് എത്ര ആലോചിച്ച് മനസ്സിലാകുന്നില്ല. ഇത്രയേറെ ദ്രോഹങ്ങൾ ചെയ്ത ജീവനക്കാരോട് മനുഷ്യത്വവിരുദ്ധമായി പ്രവർത്തിച്ച ഗവൺമെന്റ് ഉണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികള് എൻറോൾമെന്റ് കുറയുന്നു, സ്കൂളുകൾ സർക്കാർ തന്നെ അടച്ചുകൊണ്ടിരുന്നു. ഞാൻ മുൻ MLA ആയിരുന്ന ചെങ്ങന്നൂരിൽ 100 സർക്കാർ വിദ്യാലയങ്ങളാണ് അടച്ചു നോക്കിയത്. 6 മാസത്തിനുണ്ട് ഇല്ലേ? സർക്കാർ വിദ്യാലയം അടച്ചു കൊടുക്കുന്നില്ലേ? പിണറായി വിജയന്റെ കടമട മണ്ഡലത്തിൽ സ്കൂളുകൾ അടച്ചുകൂട്ടിയില്ലേ? കണ്ണൂരുകാരോട് ഇല്ലല്ലോ. അപ്പോ സ്കൂളുകൾ അടച്ചുകൂട്ടുന്നു, എൻറോൾമെന്റ് കുറയുന്നു, വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാകുന്നു. അപ്പോ ഗവൺമെന്റ് ചില മുടികൈകളായിട്ടിരിക്കും. 60,000 പേരെ ദാരിദ്ര്യമുക്തിയിൽ എത്തിച്ചു എന്നാണ്. 5,95,500 പേര് അതിദരിദ്രരുണ്ടെന്ന് ഒരു മാസം മുമ്പ് GR നിയമസഭയിൽ പറഞ്ഞു. ഒരു മാസം കൊണ്ട് ഈ 5 ലക്ഷം ആളുകൾ എങ്ങനെ സമ്പന്നരായി എന്നുള്ളത് നമുക്കറിയില്ല. ഒരു മാസം 65,000 പേരുള്ള ദരിദ്രർ. 5 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഒറ്റ മാസം കൊണ്ട് സമ്പന്നരായി മാറിയ എപ്പടി വിദ്യ. അതിന് മമ്മൂട്ടി, മോഹൻലാല്, കമലഹാസൻ. മമ്മൂട്ടിയോടും മോഹൻലാലിനോടും ഒക്കെ വലിയ ബഹുമാനമാണ്. കേരളത്തിലെ പാവപ്പെട്ടവരോട് നിങ്ങൾക്ക് ഈ പാവങ്ങളെല്ലാം അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ആ തുക എടുത്ത് സിനിമാ കൊട്ടകയിൽ വന്ന് സിനിമ കാണുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലിനെയും എല്ലാം ആരാധിക്കുന്നവർ. ആ പാവങ്ങളെ ഈ സർക്കാർ പറ്റിക്കുന്ന ഈ പരിപാടി നിങ്ങൾ പോയി നിങ്ങളുടെ ആരാധകരായ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കരുത്. സർക്കാർ കമലഹാസനെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, തമിഴ്നാട്ടിലായിട്ട്. മമ്മൂട്ടിക്ക് മോഹൻലാലും അറിയാലോ തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇതിൽ കൂട്ടിയിരിക്കുന്നത്? എനിക്ക് മമ്മൂട്ടി ഇഷ്ടമാണ്, മോഹൻലാലിനെ ഇഷ്ടമാണ്. അവരെ റിലീസാവുന്ന പടമൊക്കെ ആദ്യത്തെ റിലീസ് ദിവസത്തിൽ ആദ്യ ഷോയിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ. കോളേജ് പഠിക്കുന്ന കാലം മുതൽ മമ്മൂട്ടിയോട് അഭ്യർത്ഥിക്കുകയാണ്, മോഹൻലാലിനോട് അഭ്യർത്ഥിക്കുകയാണ്, ജനങ്ങളെ വഞ്ചിക്കുന്നതിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നിങ്ങളെ ആരാധിക്കുന്ന ജനസമൂഹത്തിന് അത് വേദനയുണ്ടാകും. നിങ്ങൾക്കറിയാം തട്ടിപ്പാണ്. കാരണം സർക്കാർ തന്നെ പറഞ്ഞു 5,95,000 ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, താൽക്കാലിക സീറ്റിൽ കഴിയുന്ന എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട്? ലൈഫ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്, തട്ടിപ്പല്ലേ? ഒരു 3-4 പേരാണ് ഒരു പഞ്ചായത്ത് വാർഡിൽ വീട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഭരണ സൗകര്യ കാലത്ത്. എന്നിട്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം എതിരെ നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. APCC മീറ്റിംഗിൽ നിന്ന് വന്നതായതുകൊണ്ട് തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ പാവപ്പെട്ട ആശാപ്രവർത്തകരുടെ സമരമുണ്ട്, അവിടെയും കൂടെ ഒന്ന് കാണിക്കണം. അതുകൊണ്ട് അങ്ങോട്ടും കൂടെ പോവുകയാണ്. ഇത് മാത്രം സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വലിയ വർധനമാണ്. ഒരു ദിവസം 33 രൂപ. 4 ലക്ഷം രൂപയാണ് PSC ചെയർമാന് കൂട്ടിയത്. 3 ലക്ഷം രൂപയാണ് PSC മെമ്പർക്ക് കൂട്ടിയത്. മനസ്സിലായില്ലേ? ഇവർക്ക് 33 രൂപ കൂട്ടിയതിന് ഇവരെല്ലാം കൂടെ ആനന്ദ നൃത്തം ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ സമരത്തിലൊന്ന് പങ്കെടുക്കണം. അഭിവാദ്യം അർപ്പിക്കുന്നു. നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി. നമസ്കാരം.